പ്രവാചകന്മാരെ പറയൂ, പ്രഭാതമകലെയാണോ? പ്രപഞ്ച ശില്പികളെ പറയൂ, പ്രകാശമകലെയാണോ? നമസ്കാരം. ഈ പാട്ടിൽ കേട്ടതുപോലെയാണ് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മാനസിക അവസ്ഥ. കേരളത്തിൽ പല വിധത്തിലുള്ള പ്രവചനങ്ങൾ സംഭവിച്ചിരിക്കുന്നു. പല പ്രവാചകന്മാരും 2026 തെരഞ്ഞെടുപ്പിന് ശേഷം ആരാണ് കേരളം ഭരിക്കുക എന്ന രീതിയിലുള്ള വലിയ വലിയ പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നു. എന്നാൽ ഈ പ്രവചനങ്ങളിൽ അത്രയും 99% പ്രവചനങ്ങളിലും പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം MV ഗോവിന്ദനും CPM-നും പിണറായി വിജയനുമെല്ലാം ചങ്കിടിപ്പ് ഏറുന്ന പ്രവചനങ്ങൾ തന്നെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരും എന്നുള്ളതാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിലെ പ്രമുഖ ദിനപത്രമായ മനോരമ പത്രം അടക്കമുള്ള മാധ്യമങ്ങൾ നടത്തിയ എക്സിറ്റ് പോൾ സർവേ ഫലം പുറത്തു വരുമ്പോൾ CPM-ന് കഷ്ടി 32, 38, 40 വരെയുള്ള സീറ്റുകൾ മാത്രമേ കിട്ടുകയുള്ളൂ. 70 മുതൽ 85, 90 വരെ UDF-ന് സീറ്റുകൾ കിട്ടും, UDF ഭരണത്തിൽ വരും എന്നുള്ളതാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നത്. എല്ലാ എക്സിറ്റ് പോൾ സർവേയിലും ഇത് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ പ്രവാചകന്മാരെ പറയൂ, പ്രഭാതമകലെയാണോ എന്നുള്ള വയലാറിന്റെ വിഖ്യാതമായ ഗാനം MV ഗോവിന്ദന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പോലെ തോന്നുന്നു എന്ന് സൂചിപ്പിച്ചത്. അതായത് ഒരു പ്രവാചകനും CPM-ന് അനുകൂലമായി പ്രവചനങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് MV ഗോവിന്ദനെ വിരളി പിടിപ്പിക്കുന്നത്. എങ്കിലും അദ്ദേഹം ആത്മധൈര്യം വീണ്ടെടുത്തുകൊണ്ട്, മനസാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നുണ്ട്, ഓരോ പ്രവാചകന്മാരുടെയും പ്രവചനങ്ങളുടെ ഉള്ളറയിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ അത് CPM ജയിക്കും എന്നുള്ളത് തന്നെയാണ് കണ്ടെത്താൻ സാധിക്കുക. ആത്മനിഷ്ഠമായ രീതിയിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ അവരുടെ തൽപര കക്ഷികൾക്ക് വേണ്ടി പ്രവചനം നടത്തിയുമ്പോഴാണ് UDF ജയിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത പ്രവചനങ്ങളെല്ലാം അല്ലെങ്കിൽ ആ പ്രവചനങ്ങളുടെ എല്ലാത്തിന്റെയും ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ മുഖ്യമന്ത്രി തന്നെയാണ് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ, അതായത് പിണറായി വിജയൻ തന്നെയാണ് വീണ്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നുള്ള പ്രവചനങ്ങൾ വന്നിരിക്കുന്നു. മാത്രമല്ല എല്ലാ പ്രവചനങ്ങളുടെയും ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ആ ഉള്ളറയിലേക്ക് എങ്ങനെ കടക്കേണ്ടു എന്നുള്ളത് MV ഗോവിന്ദന് മാത്രം അറിയുള്ളൂ. സാമാന്യന ആര് നോക്കിയപ്പോഴും UDF ജയിക്കും എന്നുള്ളത് മാത്രമാണ് കാണാനും കേൾക്കാനും സാധിച്ചത്. MV ഗോവിന്ദൻ മാത്രം ആ പ്രവചനങ്ങളുടെ ഉള്ളറയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി CPM-ന്റെ ജയമാണ് അവിടെ അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ഉള്ളറയിലേക്ക് കടക്കുന്നതിനുള്ള താക്കോൽ ഒരുപക്ഷെ MV ഗോവിന്ദന്റെ കൈവശം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കൃത്യമായി തന്നെ, അതായത് 1-2 സീറ്റിന്റെ ഒരു വ്യത്യാസത്തിൽ LDF തന്നെ അധികാരത്തിലേക്ക് വരും എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ഭൂരിപക്ഷം മഹാഭൂരിപക്ഷമോ 3/2 ഭൂരിപക്ഷമോ കിട്ടില്ല എന്നുണ്ടെങ്കിലും കൃത്യമായ വ്യക്തമായ ലീഡോടുകൂടി LDF വീണ്ടും ഭരണത്തിൽ വരും, തുടർ ഭരണത്തിൽ വരും, 3.0 ആവർത്തിക്കും എന്ന് MV ഗോവിന്ദൻ പറയുന്നു. മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം എല്ലാ പ്രവാചകന്മാരുടെയും പ്രവചനങ്ങളെ തള്ളിക്കൊണ്ട്, അഥവാ ഈ പ്രവാചകന്മാർ പോലും തങ്ങളുടെ പ്രവചനത്തിൽ കാണാതിരുന്ന ഉള്ളറയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് MV ഗോവിന്ദൻ LDF-ന് തുടർ ഭരണം ഉണ്ടാകും, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വീണ്ടും കേരളത്തിൽ ഭരണം നയിക്കും, സർക്കാരിന് നയിക്കും, മുഖ്യമന്ത്രിയാകും എന്നുള്ള പ്രവചനം നടത്തിയിരിക്കുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ എക്സിറ്റ് പോൾ സർവേ നടത്തിയ എല്ലാ ആളുകളെയും ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുക. എന്തായാലും MV ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കേരളത്തിന്റെ വീണ്ടും മുഖ്യമന്ത്രിയായി വരും, 3.0 ആവർത്തിച്ച് CPM തന്നെ കേരളത്തിൽ വീണ്ടും ഭരിക്കും എന്നുള്ള മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കും ഒന്ന് കാണാം. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള എക്സിറ്റ് പോളാണ് ഇപ്പോൾ ഇന്ത്യയിലുടനീളം ചില വാർത്താ മാധ്യമങ്ങളുടെ ഭാഗമായിട്ടും ചില പ്രധാനപ്പെട്ട ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരെന്ന നിലയിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇപ്പോൾ വന്ന സർവേ 2 കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. 2, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ഈ 2 കാര്യം സർവേയുടെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് 60 മുതൽ 69 വരെയുള്ള സീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 69 എന്ന് പറയുമ്പോൾ വ്യത്യാസം 2 എണ്ണമാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് 5-8 വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയാണ് ഈ സർവേ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഞങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്ന
ഒരു എക്സിറ്റ് പോളിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്ന വസ്തുത അതാണ്. ഞങ്ങൾക്കതിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയും. കേരളത്തിൽ ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സഖാവ് പിണറായി വിജയനാണ് എന്ന് ആ സർവേ തന്നെ പറയുന്നു. പിന്നെ അസംഭാവ്യങ്ങളായ ഒരുപാട് കാര്യങ്ങളാണ്. ഞാനതിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 14 സീറ്റ് വരെ BJPക്ക് ലഭിക്കുമെന്ന് പറയുന്നതാണ് ചില സർവേ. എന്ത് യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സർവേയാണ്? ഒരു സീറ്റും BJPക്ക് ഇപ്രാവശ്യം ലഭിക്കാൻ പോകുന്നില്ല. എല്ലാവരും നിയമം ഉൾപ്പെടെ ഒരു സീറ്റ് ഈ കേരളത്തിൽ BJPക്ക് ലഭിക്കാൻ പോകുന്നതല്ല കേരളത്തിൻ്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം. അതുകൊണ്ട് അതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ 7 സീറ്റ് 14 സീറ്റൊക്കെ BJPക്ക് ലഭിക്കുമെന്നാണ് ചിലർ പറയുന്നത്. പിന്നെ ആത്മനിഷ്ഠ ഘടകം ചില പത്രങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. UDFനെ ജയിപ്പിച്ചേ അടങ്ങൂ എന്ന് തീരുമാനിച്ച് അവർ സർവേ നടത്തിയാൽ ആ ആത്മനിഷ്ഠ ഘടകം കൂടി ചേർന്നാൽ അവർ ജയിക്കുമെന്ന് പ്രഖ്യാപിക്കാത്തേ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആത്മനിഷ്ഠ ഘടകം പ്രഖ്യാപിക്കാൻ ഒരു പത്രവും വാർത്തയും ഒന്നുമില്ല, കേരളത്തിലുമില്ല, ഇന്ത്യയിലുമില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരുമെന്നുള്ള പരസ്യ പ്രഖ്യാപനത്തിൻ്റെ ഉള്ളറകളാണ് യഥാർത്ഥത്തിൽ സർവേ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഞങ്ങളെ സംബന്ധിച്ചില്ല. അത് ഞാൻ പറഞ്ഞു, ആത്മനിഷ്ഠ ഘടകത്തിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുള്ള ചില പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. അത്രയും കാണ്ടിയുള്ളൂ. അതല്ലേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം, അത് ഉയർത്തി മുമ്പോട്ടേക്ക് പോകുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ള സഖാവ് പിണറായി വിജയൻ പൊതുവെ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് വിരുദ്ധ വികാരം ഇല്ല എന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ 100+ പോകുന്നുള്ളതായിരുന്നു UDFൻ്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ വനവാസത്തിലേക്ക് പോകുന്നുള്ളതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ ഈ സർവേയിലൂടെ തന്നെ അതിനൊന്നും സാധ്യതയില്ല എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും അനുഭവിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഈ സർവേ കൃത്യമായിട്ട് പരിശോധിച്ചാൽ ഉള്ളത്.